നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. സമീപത്തെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. കോടാലി അന്നാമ്പാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വയനാട് സ്വദേശി. പിണറായിക്കെതിരെ കേരളം പ്രതികരിക്കുമ്പോൾ മറ്റത്തൂരിലടക്കം CPMന്റെ വിക്കറ്റുകൾ വീഴുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കോടാലി കടമ്പോട് വഴിയാത്രക്കാരിയായ യുവതിക്ക് തെരുവുനായുടെ കടിയേറ്റു. വീട്ടിൽ കെട്ടിയിരുന്ന വളർത്തുനായയെയും തെരുവുനായ ആക്രമിച്ചു. ആളൂരിൽ ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ മരുമകനും സഹോദരനും അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. മണ്ണമ്പേട്ട വട്ടനാത്ര ഹെൽത്ത് സെന്റർ വഴിയിലാണ് സംഭവം. കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് ശക്തമായ കാറ്റിൽ കടപുഴകി വീണത്. തെങ്ങ് വീണതിന്റെ ആഘാതത്തിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായി തകർന്നു. സമീപത്തെ കള്ളിപ്പറമ്പിൽ പോളിയുടെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് സംഭവം. ഡേവിസിന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയറും അപകടത്തിൽ പൊട്ടിയിരുന്നു. KCB അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തെങ്ങ് പോളി കള്ളിപ്പറമ്പിന്റെ വളപ്പിൽ നിൽക്കുന്ന തെങ്ങാണ് ഇപ്പുറത്തെ വീട്ടിലേക്ക് കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടിലേക്കാണ് മറിഞ്ഞത്. അവരുടെ കാറും അവരുടെ കിണറിന്റെ ഭിത്തി മൊത്തം ഇടിഞ്ഞു. പിന്നെ ഇപ്പുറത്തുള്ള അവരുടെ തന്നെ വീടിന്റെ മതിലും കൂടി ഇടിഞ്ഞു. കാറ്റാണ് ആ കാലത്തെ രാവിലത്തെ ആ കാറ്റ് പ്രകാരമാണ് തെങ്ങ് വീഴാനുണ്ടായ സാഹചര്യം. വലിയൊരു ഭീതിയാണ് ഒഴിവായത്. എന്ന് വെച്ചാൽ മണ്ണമ്പേട്ട സ്കൂളിന്റെ ബാക്ക് വശം കൂടിയാണ്, കുട്ടികൾ പോണ ഭാഗമാണ്. ആ കുട്ടികളില്ലാത്ത സമയമായതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു. അതെന്തായാലും ഒഴിവായി കിട്ടി. കോടാലി അന്നാമ്പാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരി മണപ്പുറത്ത് വിജയന്റെ മകൻ 38 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. കോടാലി അന്നാമ്പാടത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന ഇയാൾ കഴിഞ്ഞ രാത്രി വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് വീടിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. പിണറായിക്കെതിരെ കേരളം പ്രതികരിക്കുമ്പോൾ മറ്റത്തൂരിലടക്കം CPMന്റെ വിക്കറ്റുകൾ വീഴുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. ജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കോടാലിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. BJP സ്ഥാനാർത്ഥികളുടെ വിജയം നാടിന്റെ ആവശ്യമാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത BJP നിലപാടിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഗ്രാമീണ വികസനത്തിന് ആവശ്യമാണെന്ന് അത് നേടിയെടുക്കാൻ BJP ഭരണത്തിൽ വരേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീധരൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. NDA ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ സന്നിഹിതരായി. പ്രവർത്തന മികവ് കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രസിഡന്റ് അശ്വതി ബിബി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചുവടുമാറുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മറ്റത്തൂർ ഡിവിഷനിലാണ് അശ്വതി ബിബി മത്സരത്തിനിറങ്ങുന്നത്. 2020 മറ്റത്തൂർ പഞ്ചായത്ത് 20ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ അശ്വതി ബിബി ജയിച്ചു കയറുക മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിൽ എത്തുകയും ചെയ്തു. 5 വർഷം പൂർത്തിയാകുമ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നേടിയെടുത്തത് മികവിന്റെ ഒട്ടേറെ പുരസ്കാരങ്ങൾ. അർഹതയ്ക്കുള്ള അംഗീകാരമായി ഇത്തവണ LDF നേതൃത്വം ഏൽപ്പിക്കുന്നത് മറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷൻ 10 മറ്റത്തൂരിനെ പ്രതിനിധീകരിക്കാനുള്ള ചുമതലയാണ്. കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും ജനപിന്തുണയിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്നും സ്ഥാനാർത്ഥി പറയുന്നു. 8ഓളം വാർഡുകൾ ചേർന്ന മറ്റത്തൂർ ഡിവിഷനിൽ ജയിച്ചു കയറി പഞ്ചായത്തിൽ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് അശ്വതി ബിബി പറഞ്ഞു.
കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ സർവ്വ മേഖലകളിലും നമുക്ക് മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനും നൂതന പദ്ധതികൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ്യ പുരസ്കാരം 2 തവണ കരസ്ഥമാക്കാനും സാധിച്ചതിലുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഈ വികസനങ്ങളുടെ ഒരു തുടർച്ച അത്തരത്തിൽ ഈ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത്. കാരണം പ്രകടന പത്രികയിൽ 57 കാര്യങ്ങളായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ ഭരണസമിതിക്ക് വെച്ചത് നമ്മുടെ LDF പ്രകടന പത്രിക. 57-ൽ 52 കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള 5 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഒരു വാർഡിൽ നിന്ന് കൂടുതൽ വാർഡുകളുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ അടുത്ത ഒരു ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം നമ്മുടെ ബ്ലോക്ക് കൊടകര ബ്ലോക്കിൽ മറ്റത്തൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഡിവിഷനെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ളത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. നൂതനമായിട്ടുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ബ്ലോക്കാണ്. അവിടെ ഷീ വർക്ക് സ്പേസ് എന്ന ഒരു വലിയൊരു മാതൃകാ പദ്ധതി മുൻ പ്രസിഡന്റ് ശ്രീ MR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റെടുക്കാനും ഡിവിഷനിലേക്കുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. UDF സ്ഥാനാർത്ഥിയായി സിന്ധു PP, BJP സ്ഥാനാർത്ഥി ആതിര സന്തോഷ് എന്നിവരാണ് എതിർ സ്ഥാനാർത്ഥികൾ. മറ്റത്തൂരിന്റെ സാരഥിക്കെതിരെ മത്സരിക്കുമ്പോൾ പോരാട്ടത്തിൽ വിഷയമാവുക രാഷ്ട്രീയം മാത്രമെന്ന് ഇരുവരും പറയുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെ മികച്ച പഞ്ചായത്തുകളിൽ, കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാക്കുകയും ഒപ്പം തന്നെ നിരവധി ദേശീയ അംഗീകാരങ്ങളടക്കം നേടുകയും ചെയ്ത ആ ഒരു പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള അശ്വതി ബിബിയുടെ പ്രവർത്തനം. അത് കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കോടാലി കടമ്പോട് വഴിയാത്രക്കാരിയായ യുവതിക്ക് തെരുവുനായയുടെ കടിയേറ്റു. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. ഇവിടെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെയും തെരുവുനായ ആക്രമിച്ചു. തെരുവുനായയ്ക്ക് പേ ബാധിച്ചിട്ടുള്ളതായി സംശയിക്കുന്നു. കടിയേറ്റ യുവതിക്ക് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നൽകി. ആളൂരിൽ ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ മരുമകനും സഹോദരനും അറസ്റ്റിൽ. പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ്, സഹോദരൻ റിറ്റ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 2-ന് ആളൂർക്കുട സ്റ്റോപ്പ് സ്വദേശി വാഴപ്പിള്ളി ചക്കാത്ത വീട്ടിൽ ബിജുവിനെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: പരാതിക്കാരന്റെ മകളുടെ ഭർത്താവ് ജിറ്റ് മകളെ ജിറ്റ് ദേഹോപദ്രവമേൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും 10 മാസമായി പരാതിക്കാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ട് കിട്ടണമെന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരനൊന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത്. എന്നാൽ മകൾ പേടിച്ചിട്ട് ജിറ്റിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രതികൾ 2 പേരും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ്. ജിറ്റ് ഇരിങ്ങാലക്കുട ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും ഒരു അടിപിടി കേസിലുമടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. റിറ്റ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും 3 അടിപിടി കേസിലുമടക്കം 6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI KT ബെന്നി, GSI പ്രസന്നകുമാർ, CPOമാരായ ആഷിഖ്, ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കരുവന്നൂർ പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. കരുവന്നൂർ ചെറിയപാലം ഗ്രീൻ ഗാർഡൻ സ്വദേശി അബ്ദുൾ സത്താർ ആണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് സമീപം മൂർക്കനാട് റോഡിലെ ആറാട്ടുകടവിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. ആറാട്ടുകടവിൽ ഇയാളുടെ വസ്ത്രം, ഫോൺ, ചെരുപ്പ് എന്നിവ കണ്ടെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തിയാണ് കടവിന് സമീപത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത്. വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 97 പേർ കൂടി അഗ്നിരക്ഷാ സേനയുടെ ഭാഗമായി. പാസിംഗ് ഔട്ട് പരേഡിൽ
ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ സല്യൂട്ട് സ്വീകരിച്ചു. ഡയറക്ടർമാരായ എം നൌഷാദ്, അരുൺ അൽഫോൺസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റെനി ലൂക്കോസ്, AS ജോഗി എന്നിവർ പങ്കെടുത്തു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ SL ദിലീപ് പരിശീലനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷം നടത്തി. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. വൈകിട്ട് ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്കോടെ കാർത്തിക വിളക്ക്, ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവ നടത്തി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടത്തും. വൈകിട്ട് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് പുറപ്പെടുന്നത്. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, കളമെഴുത്തുപാട്ട്, ഭാഗവതി നൃത്തം എന്നീ വിശേഷ ചടങ്ങുകൾ നടക്കും. നെടുമ്പാൾ വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘമാണ് അയ്യപ്പൻ പാട്ട് അവതരിപ്പിക്കുന്നത്. രാത്രി അന്നദാനം ഉണ്ടായിരിക്കും. മറ്റത്തൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ കിങ്ങിണിക്കൂട്ടം കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് CN ജയേഷ് അധ്യക്ഷനായി. ഹിപ്നോ മജിഷ്യൻ ജോസ് ചിറയത്തി മുഖ്യ അതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ശകുന്തള, ഷൈനി ബാബു, CB സുബ്രഹ്മണ്യൻ, അധ്യാപിക ചിന്താമണി എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ അങ്കണവാടികളിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. വടക്കാഞ്ചേരി അകമലയിൽ ഗുഡ്സ് ട്രെയിൻ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി. റെയിൽവേ ട്രാക്കിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കൽക്കരി കൊണ്ടുപോയിരുന്ന ഗുഡ്സ് ട്രെയിനിനാണ് വീൽ സ്ലീപ്പിംഗ് സംഭവിച്ചത്. അമിതഭാരത്തെ തുടർന്നാണ് വീൽ സ്ലീപ്പിംഗ് സംഭവിച്ചത് എന്നാണ് നിഗമനം. ട്രാക്കിൽ പിടുത്തം കിട്ടാത്ത വീലുകൾ വേഗത്തിൽ കറങ്ങുന്നതാണ് വീൽ സ്ലീപ്പിംഗ്. ഒടുവിൽ ഷൊർണൂരിൽ നിന്നും മറ്റൊരു എഞ്ചിൻ എത്തിച്ച് 10 മണിയോടെയാണ് ട്രെയിൻ അവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 1 മണിക്കൂറോളമാണ് തൃശൂർ ഷൊർണൂർ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായത്. പേരാമംഗലത്ത് വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേരെ കുത്തിയ പ്രതി പിടിയിലായി. പേരാമംഗലം സ്വദേശി കൃഷ്ണ കിഷോറിനെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം. കൈപ്പറമ്പ് ഗ്രൗണ്ടിൽ നിന്നും ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷം തിരിച്ചു വരികയായിരുന്ന അച്ഛനും മകനും സുഹൃത്തും ഉൾപ്പെടെയുള്ള 3 പേരെയാണ് പ്രതി കൃഷ്ണ കിഷോർ കുത്തിയത്. പേരാമംഗലം സ്വദേശി ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കായിരുന്നു കുത്തേറ്റത്. മൂവരും 2 സ്കൂട്ടറുകളിലായി വീട്ടിലേക്ക് വരുന്നതിനിടെ പ്രതി വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതോടെ അഭിജിത്ത് ഹോൺ മുഴക്കിയതാണ് തർക്കത്തിലേക്കും കത്തിക്കുത്തിലേക്കും നയിച്ചത്. തൊട്ടുപുറകെ മറ്റൊരു സ്കൂട്ടറിലെത്തിയ അഭിജിത്തിന്റെ സുഹൃത്തായ ബിനീഷും മകൻ അഭിനവും തർക്കത്തിൽ ഇടപെട്ടതോടെ പ്രതി കിഷോർ കൃഷ്ണ പ്രകോപിതനായി 3 പേരെയും കുത്തുകയായിരുന്നു. സംഭവത്തിനു ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് കാറിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പേരാമംഗലം പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് അറിഞ്ഞ പ്രതി സ്വമേധയാ സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താല്പര്യമുള്ളവർ ഈ മാസം 15 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 04272074 8547005080. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 11,980 രൂപയും പവന് 95,840 രൂപയും രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീരിന്റെ പിതാവ് വടക്കേത്തുറവ് കുറുമാലിക്കൽ വേണുഗോപാലൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന്. ചിറ്റിശ്ശേരി മുത്രത്തിപ്പറമ്പിൽ പരേതനായ കുഞ്ഞൻ ഭാര്യ തുണ്ടി അന്തരിച്ചു. 106 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൃക്കൂർ അത്താണി വടക്കേപ്പുരക്കൽ പരേതനായ ഉണ്ണികൃഷ്ണൻ ഭാര്യ ജാനകി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുരളീധരൻ, വിദ്യ എന്നിവർ മക്കളും നിഷ, ജയപ്രകാശ് എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര വെളിയത്തുപറമ്പിൽ മാധവൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ദിലീപ്, ഷൈനി, രാജീവ്, രാജേഷ് എന്നിവർ മക്കളും ഷീജ, സുകുമാരൻ, രാഗി, സുജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. സമീപത്തെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. കോടാലി അന്നാമ്പാടത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വയനാട് സ്വദേശി. പിണറായിക്കെതിരെ കേരളം പ്രതികരിക്കുമ്പോൾ മറ്റത്തൂരിലടക്കം CPM-ന്റെ വിക്കറ്റുകൾ വീഴുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കോടാലി കടമ്പോട് വഴിയാത്രക്കാരിയായ യുവതിക്ക് തെരുവുനായുടെ കടിയേറ്റു. വീട്ടിൽ കെട്ടിയിരുന്ന വളർത്തുനായയെയും തെരുവുനായ ആക്രമിച്ചു. ആളൂരിൽ ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ മരുമകനും സഹോദരനും അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.